ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തന മാതിരിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ 28-ാം സങ്കീർത്തനം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 28-ാം സങ്കീർത്തനം 4 മുതലുള്ള വാക്യങ്ങളിൽ ദുഷ്പ്രവർത്തിക്കാരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണവും ദുഷ്കർമ്മങ്ങൾക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ. അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ. അവർക്കർഹമായ പ്രതിഫലം കൊടുക്കണമേ. യഹോവയുടെ പ്രവൃത്തികളും അവൻ്റെ കൈവേലയും അവർ വിവേചിക്കാതിരിക്കുന്നത് കൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ, ഭക്തൻ ദൈവസന്നിധിയിൽ നടത്തുന്ന ഒരു അപേക്ഷ ഒരുപക്ഷെ പ്രതികാരത്തിൻ്റെ സ്വരമുള്ളതായി നമുക്ക് തോന്നിപ്പോകും. ദുഷ്പ്രവർത്തിക്കാർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണവും ദുഷ്കർമ്മങ്ങൾക്ക് തക്കവണ്ണവും പ്രതിഫലം കൊടുക്കണമേ എന്ന് ദാവീദ് പറയുകയാണ്. അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ എന്ന് പറയുകയാണ്. അർഹമായ പ്രതിഫലം കൊടുക്കണമെന്ന് പറയുകയാണ്. ഈ ദുഷ്ടത ചെയ്യുന്നവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു രീതിയിൽ പ്രതികാരത്തിൻ്റെ മണവും അനുഭവവും സ്പന്ദനവും ഒക്കെ ഉണ്ടെന്ന് തോന്നിയാലും പ്രതികാരത്തിൻ്റെ പ്രതിഫലം അതിനപ്പുറമായിട്ടൊന്നാണ്. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലം തീച്ചൂളയാണ്, അല്ലെങ്കിൽ നിത്യ അഗ്നിയാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിനപ്പുറമായ വേറൊരു തലമുണ്ട്. അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണമേ. ഈ അർഹമായ പ്രതിഫലമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒന്നുകൂടി നമ്മൾ ആധ്യാത്മികമായി ചിന്തിക്കുകയാണെങ്കിൽ അവർക്കുകൂടി ഒരു മാറ്റത്തിനുള്ള ഒരു പ്രതിസ്പന്ദനം ഉണ്ടാകണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോണം. ഒരു രീതിയിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഈ ലോകത്തിൽ ഒത്തിരി നന്മ ചെയ്തവർ നന്മയിലൂടെ മാത്രം നടന്നവരല്ല. ഒത്തിരി തിന്മ ചെയ്തവരും നന്മയിലേക്ക് വന്നിട്ടുണ്ട്. നശീകാരികളായി നടന്നവർ അതിൻ്റെ ഇരട്ടിയായി ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളനെക്കുറിച്ച് പറയുന്നത് അവൻ ഒത്തിരി ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൻ കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടപ്പോൾ പരാതിയില്ലാതെ നമ്മളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണമാണ് നമ്മൾ പ്രാപിക്കുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്നു. നീ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞു. ഇന്ന് നീ എന്നോടുകൂടെ പരദീസായിലിരിക്കുമെന്ന് കർത്താവ് അവനോട് പറയുകയും ചെയ്തു. കർത്താവ് ക്രൂശിന്മേൽ മരിച്ചതിന് ശേഷം ആദ്യം സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തത് കേവലം ഒരു കള്ളനാണ്. ദുഷ്പ്രവർത്തിക്കാർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കണമെന്ന് പറയുമ്പോൾ ദിവ്യമായൊരു ആലോചന അതിലുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, സാഹസം പ്രവർത്തിക്കാതെ മറ്റുള്ളവരോട് സാഹസം പ്രവർത്തിക്കുകയും ഉപദ്രവിക്കാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് കഷ്ടം. നീ എപ്പോൾ സാഹസം പ്രവർത്തിക്കുന്നത് മതിയാക്കുന്നുവോ അപ്പോൾ നിന്നെയും സാഹസം തിരിച്ചു വേട്ടയാടും. ലോകത്തിലേറ്റവും കൂടുതൽ പീഡകളിലൂടെ കടന്നുപോയ, നൊമ്പരങ്ങളിലൂടെ കടന്നുപോയ പല വ്യക്തിത്വങ്ങളുണ്ട്. കാരണം ലോകത്തെ ഒരുപാട് ഉപദ്രവിച്ചവരാണ്, പീഡിപ്പിച്ചവരാണ്. രക്ഷയിലേക്ക് വന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുടെ അനുഭവങ്ങൾ തിരുവചനത്തിലുണ്ട്. ഭാരതീയ പശ്ചാത്തലത്തിൽ വാൽമീകിയെക്കുറിച്ച് പറയുന്നത്, വാൽമീകി വലിയ കാട്ടാളനായിരുന്നു, കൊലയാളിയായിരുന്നു. അങ്ങനെ അവൻ ആ കൊലപാതക ശ്രേണികളിൽ, പിടിച്ചുപറിയുടെ ശ്രേണികളിൽ ശക്തിപ്പെട്ട് നിന്നപ്പോഴാണ് സപ്തർഷികൾ അവൻ താമസിച്ചിരുന്ന, വിളയാടിയിരുന്ന ആ വനത്തിലൂടെ കടന്നുപോയത്. അവരിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് പിടിച്ചു പറിക്കാൻ ചെന്നപ്പോഴാണ് അവരൊരു ചോദ്യം ചോദിച്ചത്, നീ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അതിൻ്റെ പ്രതിഫലം നീ അന്വേഷിച്ചു കൊടുക്കുന്ന കുടുംബാംഗങ്ങൾ അനുഭവിക്കുമോ, അതോ നീ മാത്രമാണോ? അപ്പം പറഞ്ഞല്ല, ഞാൻ മാത്രമല്ലല്ലോ, എൻ്റെ കുടുംബാംഗങ്ങളും അതിൻ്റെ പങ്കാളികളാണ്. എന്നാൽ നീ ഭാര്യയോട് ചോദിച്ചു വാ, ഞങ്ങളിവിടെ കാത്തു നിൽക്കാം. കാത്തു നിന്നു. അപ്പം ഭാര്യ പറഞ്ഞു, ഞങ്ങൾ എന്തിനാണ് അനുഭവിക്കുന്നത്? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ച് ഇടുകന്നേ വരൂ എന്ന് പറഞ്ഞ് അവരൊഴിവാക്കി വിടുന്നു. അങ്ങനെ തിരിച്ചു വരുന്നു. അവൻ പശ്ചാത്തപിക്കുന്നു. അവനോട് പറയുന്നു, നിനക്ക് രാമ എന്ന് പറയാനുള്ള ശക്തി പോലും ഇല്ല, യോഗ്യതയില്ല. നീ 2 മരത്തിൻ്റെ ഇടയിലിരുന്നുകൊണ്ട് മരാ എന്ന് പറഞ്ഞാൽ മതി, അത് രാമ നായിക്കോളും എന്ന് സപ്തർഷികൾ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ദുഷ്കർമ്മികൾക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണമെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ഓർത്തോണം, കർത്താവിൻ്റെ ക്രൂശ് നമ്മളെ പഠിപ്പിക്കുന്നത് തിന്മ ചെയ്തവൻ്റെ നാശമല്ല, ദോഷം ചെയ്തവൻ്റെ നാശമല്ല.
ദുഷ്കർമ്മം ശക്തമായി പ്രവർത്തിക്കാൻ ഒരുവന് കഴിവുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായി നന്മ ചെയ്യുവാനും അവന് കഴിവുണ്ട്. ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചോണം. ചില മനുഷ്യരുണ്ട് തിന്മ ചെയ്യുവാൻ വേണ്ടി ചില വഴിത്താരകളിലൂടെ ശക്തമായിട്ട് ഓടിയിട്ടുണ്ട്, ഉറക്കളച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള മനുഷ്യർ ഇന്ന് അതേ വഴിയിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നുണ്ട്, നന്മ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, അനേകരെ സഹായിക്കുന്നുണ്ട്. അത്തരമൊരു കരുതലിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കണം. സങ്കീർത്തനക്കാരൻ്റെ ആ പ്രാർത്ഥനയിൽ എപ്പോഴുമുണ്ട്, ദൈവമേ നീ അവർക്ക് അർഹിക്കുന്ന പ്രതിഫലം കൊടുക്കണം. ഒരു മനുഷ്യൻ്റെയും നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റത്തില്ല, ഇല്ലായ്മയാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. കാരണം നമ്മൾ ഇതിൽ ഓർത്തോണം, പറയുന്ന ദുഷ്കർമ്മികളേക്കാൾ തിന്മ ചെയ്യുന്നവരേക്കാൾ വലിയ തിന്മ, അന്ന് ദാവീദ് കണ്ട ദുഷ്കർമ്മികളേക്കാൾ വലിയ തിന്മയുള്ളവർ ഇന്നുണ്ട്. നമ്മളുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ ജീവിത പങ്കാളികൾക്കിടയിലുണ്ട്, മക്കളിലുണ്ട്, നമ്മളിലുണ്ട്. അത് നമ്മൾക്കൊരു തിരിച്ചറിവിന് വേണ്ടിയുള്ള പാഠം കർത്താവ് അവിടെ ദൈവം നമുക്ക് നൽകുകയാണ്, ദൈവാത്മാവ് നൽകുകയാണ്. ഈ ചെയ്യുന്നവർ നമ്മളുടെ മക്കളാണെങ്കിൽ, ജീവിത പങ്കാളിയാണെങ്കിൽ, നമ്മളാണെങ്കിൽ അത് ദുഷ്കർമ്മമായി നമ്മൾ കാണുമോ, തിന്മയായി കാണുമോ, ദൈവത്തോടുള്ള ഭക്തിയില്ലായ്മയായിട്ട് കാണുമോ? ഇതൊരു വലിയ ചോദ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഞാനും പ്രാർത്ഥനയോടും ദൈവഭക്തിയോടും കൂടി എപ്പോഴും ഒരു കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവമേ, ഇന്ന് ദുഷ്കർമ്മിയായി നടക്കുന്നവൻ പോലും നാളെ തിരിഞ്ഞു വരണമേ. ഇന്ന് തിന്മ ചെയ്യുന്നവൻ നന്മ ചെയ്യാനുള്ള ഒരു ആളായി മാറണമേ. ദുഷ്കർമ്മത്തിൻ്റെയും അശുദ്ധിയുടേതുമായ കൊടുങ്കാടുകളെ നീ കത്തിക്കണം, കരിച്ചു കളയണം. എഴുത്തച്ഛൻ പാടിയതുപോലെ, ഹരിനാമകീർത്തനത്തിൽ പാടിയതുപോലെ, അഹങ്കാരത്തിൻ്റെ കാരമുള്ളുകൾ, കൊമ്പുകൾ കാലചക്രം കൊണ്ട് മെതിച്ച് പൊടിയാക്കി, ചാരമാക്കി, വളമാക്കി നാളെ നന്മ ചെയ്യുവാനുള്ള അനുഭവമായിട്ട് മാറ്റപ്പെടണം. വീണ്ടും അവിടെ പറയുകയാണ്, യഹോവയുടെ പ്രവർത്തികളും കൈവേലയും വേചിക്കാതിരുന്നത് കൊണ്ട് അവനവരെ പണിയാതെ ഇടിച്ചു കളയും. അതായത് ഒരവസരം കിട്ടിയിട്ടും മാറാൻ തയ്യാറാകാത്ത ദുഷ്കർമ്മികളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചാപ്പ കുത്തപ്പെട്ട, ടാറ്റു കുത്തപ്പെട്ട ചില ദുഷ്കർമ്മങ്ങളുമായി നടക്കുന്നവരുണ്ട്. എത്ര ഓപ്പറേഷൻ ചെയ്താലും മാറാൻ പറ്റാത്ത രീതിയിലുള്ള തിന്മകൾ ചിലരുടെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ളവരെക്കുറിച്ച് പറയുന്നത് അവനവരെ പണിയാതെ ഇടിച്ചു കളയും. ഈ പണിഞ്ഞിട്ട് ഇടിച്ചു കളയുന്ന ചില കാര്യങ്ങളുണ്ട്. പണിയാതെയും ഇടിച്ചു കളയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഘട്ടം വരെ മാത്രം എത്തിച്ചു. നമ്മളൊക്കെ ഓർത്തോണം, ചിലരൊക്കെ അടിത്തറയിടും വലിയ ബിൽഡിങ്ങുകൾ പണിയാൻ, പക്ഷേ പണി പൂർത്തിയാകത്തില്ല, പണിയാതെ കിടക്കും. അപ്പോൾ പണി തീരാത്ത വീടെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു പുച്ഛാവഹമായ പ്രയോഗമാണ്. അവൻ പണിയാൻ തുടങ്ങുന്നു. കർത്താവ് തന്നെ ഉപമയിലൂടെ പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഒരുവൻ പണി ചെയ്യുന്നതിന് മുമ്പ് നോക്കും അവനതിന് കഴിവുണ്ടോ, അല്ലെങ്കിൽ അവൻ പണി ചെയ്തില്ല എന്ന് വെച്ച് മറ്റുള്ളവർ അപഹസിക്കും. അപ്പോൾ ഈ പണിയാതെ ഇടിച്ചു കളയുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും പലരും നേരിടുന്ന ഒരു വെല്ലുവിളികളാണ്. എൻ്റെ ദൈവം എന്നെയും നിങ്ങളെയും പണിയാതെ ഇടിച്ചു കളയുവാൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. തിന്മയുടെ ആധിക്യത്തിലേക്ക് പോകരുത്. തിന്മ കൊണ്ട് പലതും കെട്ടിപ്പൊക്കുന്നവരുണ്ട്, കൈക്കൂലി കൊണ്ട് കെട്ടിപ്പൊക്കുന്നവരുണ്ട്, പിടിച്ചു പറിച്ച് പലതും കെട്ടിപ്പൊക്കുന്നവരുണ്ട്, വഴക്കും വക്കാണോ നടത്തി കെട്ടിപ്പൊക്കുന്നവരുണ്ട്. പണിയാനിങ്ങനെ തയ്യാറെടുക്കുകയാണ്, പക്ഷേ ദൈവം അനുവദിക്കത്തില്ല. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ചില കാര്യങ്ങൾ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, പണിയാതെ ഇടിച്ചു കളയേണ്ട സംഗതികൾ എന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് പൊളിച്ചു കളയണം. ചിലപ്പോൾ നമ്മൾ ഇടപെടുന്ന ചില ബിസിനസ്സുകളായിരിക്കാം, ചില യാത്രകളായിരിക്കാം, ചില ആഗ്രഹങ്ങളും മോഹങ്ങളുമായിരിക്കാം, ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുന്ന ചില നമ്മളുടെ നിർബന്ധ ബുദ്ധികളായിരിക്കാം. അത് പണിഞ്ഞിട്ടിടിച്ച് കളയുന്നതിനേക്കാളും ദൈവമേ പണിയാതെ ഇടിച്ച് കളയുന്നത് നല്ലതാണ്. നീ ഇല്ലാതെ ഞാൻ ഒത്തിരി ഓടി, നിന്നിൽ നിന്ന് അകന്ന്, നിൻ്റെ നാമത്തെ ദുഷിച്ച് ചില കാര്യങ്ങളൊക്കെ ഞാൻ പണിഞ്ഞിട്ട് അയ്യോ തെറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്ന പ്രശ്നമാണ്. ഞാനൊരു മീറ്റർ നോക്കാതെ, മെഷറിംഗ് റോഡ് നോക്കാതെ ഞാൻ കുറേ കട്ടകൾ കെട്ടിപ്പൊക്കി. അതൊരു വലിയ കെട്ടിടമായതിനു ശേഷം നോക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതേസമയം പണിയാതെ ഇടിച്ചു കളയുക എന്ന് വെച്ചാൽ അതിൽ 2 തലങ്ങളാണുള്ളത്. അതിലൊന്നാമത് നാശം കൊണ്ടും നശീകരണങ്ങൾ കൊണ്ടും തിന്മ ചാപ്പ കുത്തി നഷ്ടപ്പെട്ടു പോയവരുടെ ജീവിതാനുഭവം അതിൻ്റെ ഇടയിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കും ഇത് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കാം, ദൈവം അവരെ പണിയാതെ ഇടിച്ചു കളയുമെന്ന് പറയുമ്പോൾ, ദൈവമേ തിന്മയിൽ വളരുവാൻ, തിന്മയുള്ളവരാകുവാൻ തക്കവണ്ണം ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ട് ഞാൻ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഓരോന്നും അത് പണിയണ്ട. ദൈവമേ, എൻ്റെ സമയം കളയരുത്,
എൻ്റെ ജീവിതം നിരാശപ്പെട്ടു പോകരുത്, ഞാൻ ഒറ്റപ്പെട്ടു പോകരുത്. അതിന് പകരമായിട്ട് നീ അതങ്ങ് ആദ്യമേ പൊളിച്ചു കളഞ്ഞേക്കണം. കരയുന്നവന് ദൈവം അത് വെളിപ്പെടുത്തി തരും. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആലോചിച്ചോണം, ചില മനുഷ്യർ എത്ര തിന്മകൾ ചെയ്യുമ്പോഴും ഇരിക്കുന്നിരിപ്പിലൊരു രൂപാന്തരം വരും. അവർ ചെയ്യുന്നതൊക്കെ പെട്ടെന്ന് നിർത്തും. ഞങ്ങളിനി ഇത് ചെയ്യുന്നില്ല, അത് മതിയാക്കുന്നു. മനസ്സിലൊരു ആന്തരിക ചോദന ദൈവം കൊടുക്കും. ഒന്ന് ഹൃദ്യമായിട്ട് കരയുമ്പോൾ, ഒന്ന് നിലവിളിക്കുമ്പോൾ ദൈവം ഒരു ചോദന കൊടുക്കും. അവിടെ നീ നിർത്തിയേര്. ചിലപ്പോൾ പറയത്തില്ലേ, ചില യാത്രയ്ക്ക് നമ്മൾ പുറപ്പെടും, ഇടയ്ക്ക് വെച്ച് തന്നെ നമുക്കൊരു അരുളപ്പാട് പോലെ കിട്ടും. ചിലപ്പോൾ ഒരു ഉൾവിളി വരും. ചിലപ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു അപകടം കിട്ടിയെന്ന് ഉള്ള മറുപടി വരും. ഇങ്ങനെയുള്ള ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. അപകടത്തിൽപ്പെടുവാൻ പോകുന്ന ഫ്ലൈറ്റിൽ യാത്രയ്ക്ക് വേണ്ടി പോയി അവസാനം ഫ്ലൈറ്റ് നഷ്ടമായവർ, വാഹനത്തിൽ കയറുവാൻ പോയി വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നവർ, ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. ഇതൊക്കെ ദൈവം തമ്പുരാൻ നമ്മൾക്ക് തരുന്ന ഒരു റിട്ടേൺ ടു ഗോഡ് എന്ന് പറയുന്ന ആ ഒരു വിളിയാണ്, ദൈവത്തിലേക്കുള്ള വിളിയാണ്. യേശു നിന്നെ വിളിക്കുന്നു എന്നുള്ള സ്വരം നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കണം. പാട്ടുകാരൻ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു, അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു. ദൈവം നമ്മളെ വിളിക്കുന്നത് ചിലപ്പോൾ ഓർത്തോണം, നമ്മളെ ഒരാൾ പുറകെ നിന്ന് വിളിക്കുന്നു. പുറകെ നിന്ന് വിളിക്കുന്നത് നമുക്കിഷ്ടമല്ല. അതൊരു അപജയമായിട്ട് നമുക്ക് തോന്നും, ലക്ഷണക്കേടും അവലക്ഷണവുമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ പുറകെ നിന്നും മുമ്പിൽ നിന്നുമൊക്കെ വിളി വരും. പ്രിയമുള്ളവരെ, പുറകെ നിന്ന് വിളിച്ച് അതിനെ അവലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കണ്ട. ഒരു പക്ഷേ നമ്മളെ പുറകെ നിന്ന് വിളിക്കുന്നത് നമ്മളെ എന്തെങ്കിലും കാര്യങ്ങൾ നൽകാനായിരിക്കും, നീ എവിടേക്ക് പോകണ്ടെന്ന് പറയാനായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു വിടാനായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ വസ്ത്രമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ കയ്യിലുള്ളത് നഷ്ടപ്പെട്ടത് പറയാനായിരിക്കും. ഒരാൾ നമ്മളെ പുറകെ നിന്ന് വിളിച്ചാലും അവലക്ഷണമായി കണക്കാക്കാതെ അതിനൊരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് പോലെ ദൈവം എന്നെ നിങ്ങളെയും വിളിക്കുന്നുവെങ്കിൽ ആ വിളിക്കൊരു ഉദ്ദേശമുണ്ട്. ഇത്രയൊക്കെ ചെയ്തത് മതി, നീ താഴേക്ക് ഇറങ്ങി വാ. സക്കായോട് കർത്താവ് പറഞ്ഞതാ, നീ ഇറങ്ങി വാ, മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുക, എനിക്ക് നിന്നോടൊപ്പം പാർക്കണം, നിൻ്റെ തിന്മപ്രവൃത്തികളെ ഇല്ലാതാക്കണം. ആ ചുങ്കക്കാരനോട് പോലും മനസ്സലിഞ്ഞ നമ്മുടെ കർത്താവ് എന്നോടും നിങ്ങളോടും മനസ്സലിയും. ആ മനസ്സലിവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളണം. വീണ്ടും പറയുന്നു, യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ ബലമാണ്, എൻ്റെ പരിചയമാണ്. എൻ്റെ ഹൃദയം അവനിൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കും. സങ്കീർത്തനക്കാരൻ തുടർന്നും പറയുകയാണ്, ലോകത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിലും എനിക്കത് നോക്കി നിന്നുകൊണ്ട് ആരെ നിന്ദിക്കാനോ ദുഷിക്കാനോ അവരുടെ കണക്കെടുക്കാനോ അല്ല സമയം. ഒരു സന്യാസിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കഥ ഒരിടത്ത് നമ്മൾ കേട്ട് കാണാം. ഒരു നല്ല സന്യാസി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആ സന്യാസിയുടെ വീടിനടുത്ത് ഒരു മോശക്കാരിയായ സ്ത്രീയും താമസിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പലരും വന്നു പോകുന്നുണ്ട്. അപ്പോൾ സന്യാസിക്ക് ഇത് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ ഓരോ ദിവസവും സന്യാസി ഒരു കാര്യം ചെയ്യും. സന്യാസി ഇതിനൊന്നും പോകുന്നില്ല, ഇതിനോടൊന്നും താല്പര്യവുമില്ലെങ്കിലും അവിടെ ഒരു പുരുഷൻ വരുമ്പോൾ ഒരു കല്ലെടുത്ത് വെച്ചേക്കും. ഇങ്ങനെ നാളുകൾ കഴിഞ്ഞു. അവളെ നിന്ദിച്ചും ദുഷിച്ചും കൊണ്ട് സന്യാസി ജീവിച്ചു. എന്നാൽ അവൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. സന്യാസി മരിച്ചു പാതാളത്തിൽ പോയി, ആ വേശ്യാസ്ത്രീ മരിച്ചു സ്വർഗത്തിലും പോയി. സന്യാസിക്ക് ആകെ പരാതി, ഇത്രത്തോളം നന്നായിട്ട് ജീവിച്ചിട്ടും ഞാൻ നരകത്തിൽ വന്നു, പാപിനിയായിട്ട് അവൾ സ്വർഗത്തിൽ പോയി, എന്താ? അപ്പോൾ ദൈവം മറുപടി കൊടുത്തു, മകനെ, നീ ജീവിച്ചിരിക്കുമ്പോൾ നിൻ്റെ മനസ്സ് എന്നിൽ പൂർണ്ണമാകുന്നതിന് പകരം അവളുടെ അടുക്കൽ ദുഷ്കർമ്മത്തിന് വേണ്ടി വരുന്നവരെ പറ്റിയുള്ള ആലോചനകളും അവളെക്കുറിച്ചുള്ള പുച്ഛവുമാണ് നിന്നിലുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അവളുടെ അവസാനത്തിലാണെങ്കിലും അവൾ പശ്ചാത്തപിച്ചു, കരഞ്ഞു നിലവിളിച്ചു, മറ്റൊന്നും ചിന്തിക്കാൻ പോയില്ല, ആരും ദുഷിക്കാൻ പോയില്ല. പക്ഷേ നിൻ്റെ മനസ്സിൽ അവസാനം വരെയും ഇങ്ങനെയുള്ള ഒരു കുറ്റാരോപണ മനസ്സ് നിലനിന്നു. അതുകൊണ്ട് നിനക്ക് സ്വർഗത്തിൽ വരുവാനുള്ള യോഗ്യത വന്നില്ല. അവളാകട്ടെ അവസാന ഘട്ടത്തിലും യോഗ്യത പ്രാപിച്ചു. നമ്മുടെ ജീവിതത്തിലും അതാ, പലപ്പോഴും ഇന്ന് മനസ്സിൽ കിടക്കുന്ന അനുഭവങ്ങളതാ, ചിന്താധാരകളതാ.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജീവിത ചിന്തകൾ വരുമ്പോൾ നമ്മൾ പരാജിതരായി പോകും. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത്, എനിക്കിതൊന്നും അവർ ദുഷ്ടത ചെയ്തതുകൊണ്ടോ ബലഹീനത ചെയ്തതുകൊണ്ടോ അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. എൻ്റെ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. ദൈവം മറ്റുള്ളവരോട് കരുണ കാണിക്കണം, ദൈവം മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടവനാണ്. ഞാൻ എന്തിനാണ് പരാതിപ്പെടുന്നത്? എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. എനിക്കൊരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇത്രയേ തന്നിട്ടുള്ളൂ, ഞാനതിൽ സംതൃപ്തനാണ്. മറ്റുള്ളവർക്ക് കൊടുത്തതിനെപ്പറ്റി എനിക്ക് പരിതപിക്കേണ്ട കാര്യമില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുക എന്നുള്ളതാണ്, ഞാൻ വാഴ്ത്തപ്പെടുക എന്നുള്ളതല്ല. എന്നെ വാഴ്ത്തപ്പെട്ടവനെന്നോ നല്ലവനെന്നോ ആരും പറയണ്ട. ഞാൻ നല്ലവനാണെന്ന് ഞാൻ തന്നെ പറയണ്ട. എൻ്റെ ദൈവം വാഴ്ത്തപ്പെടുവാനപ്പെട്ടവനാകട്ടെ, യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അതൊരു വലിയ സാക്ഷ്യവും പ്രാർത്ഥനയുമാണ്. കാരണം വീണ്ടും തുടർന്ന് പറയുകയാണ്, അവൻ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു, എൻ്റെ ഹൃദയം ആശ്രയിച്ചു, എനിക്ക് സഹായം ലഭിച്ചു, ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കും. കഴിഞ്ഞ വാചകങ്ങളിലൊക്കെ നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. എൻ്റെ ഹൃദയത്തിനൊരു ഉല്ലാസമുണ്ട്, പാട്ടോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. പ്രിയമുള്ളവരെ, സ്തുതിയിലൊരു പാട്ടും പ്രാർത്ഥനയുമുണ്ട്, കീർത്തനങ്ങളുടെ മാധുര്യമുണ്ട്. ഒരു പാട്ട് മനോഹരമാണെങ്കിൽ അതിൻ്റെ ശ്രുതി ശരിയാകണം, അതിൻ്റെ താളം ശരിയാകണം, രാഗം ശരിയാകണം. താളവും രാഗവും ശ്രുതിയും ഒരുപോലെ സമ്യക്കായി പോകുന്ന ഒരു പാട്ടിൻ്റെ മനോഹാരിത പോലെ എൻ്റെ ജീവിതത്തിലെ ആത്മശരീര മനസ്സുകളുടെ ശുദ്ധീകരണമാകുന്ന താളരാഗ ശ്രുതി സമന്വയത്തിലൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കണം. പാട്ടോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ സ്തുതി മറ്റൊരുവന് സുഖദായകമായി ഭവിക്കണം, അനുഗ്രഹമായി ഭവിക്കണം. പാട്ടിൽ അലർച്ചയില്ല, സംഗീതത്തിൽ അവതാളമില്ല. അവതാളമില്ലാത്ത, അലർച്ചയില്ലാത്ത, ഒരു ഇളങ്കാറ്റ് പോലെ തോന്നിക്കുന്ന ഒരു മനോഹരമായ ഗാനം പോലെ, ദൈവമേ ഞാൻ നിന്നെ പാടി കീർത്തിക്കുകയാണ്. എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചു, എനിക്കതുകൊണ്ട് ഉല്ലാസമുണ്ട്. ഇന്ന് പലരും പറയുന്നതാ, മനസ്സിനൊരു സന്തോഷമില്ല, ഉറങ്ങിയിട്ട് ഒത്തിരി ദിവസങ്ങളായി, എന്താണെന്നറിയത്തില്ല, അങ്ങ് ആകെ അസ്വസ്ഥതയാണ്. ഡോക്ടറെ കണ്ടു, ഒരു പ്രശ്നവുമില്ല, മരുന്ന് കഴിച്ചു, ടെസ്റ്റുകളൊക്കെ നടത്തി, എന്നിട്ടും ഒന്നില്ല. മനസ്സിനൊരു ഉല്ലാസം വേണം, മനസ്സിനൊരു സന്തോഷം വേണം. വലിയ ബിൽഡിങ് കിട്ടിയതുകൊണ്ടും ജോലി കിട്ടിയതുകൊണ്ടും വിജയിച്ചതുകൊണ്ടും ഒന്നും ഈ സന്തോഷം കിട്ടത്തില്ല. അതായത് സന്തോഷത്തേക്ക് ഉല്ലാസം എന്നുള്ള വാക്കാണ്. എൻ്റെ ഹൃദയത്തിനൊരു ഉല്ലാസം വേണം. ദൈവമുള്ളവനും ദൈവം വസിക്കുന്നവനുമേ ആ സന്തോഷം കിട്ടത്തുള്ളൂ. ചിലപ്പോൾ കൂലിപ്പണി എടുക്കുന്നവന് ആ സന്തോഷം വലുതായിരിക്കും. കളക്ടർ ആയതുകൊണ്ടോ മന്ത്രി ആയതുകൊണ്ടോ ഉന്നത സെക്രട്ടറി ആയതുകൊണ്ടോ ബാങ്ക് മാനേജർ ആയതുകൊണ്ടോ ഒന്നും ആ സന്തോഷം ഉല്ലാസമൊന്നും കിട്ടണമെന്നില്ല. റാങ്ക് കിട്ടിയതുകൊണ്ട് ആ ഉല്ലാസം കിട്ടണമെന്നില്ല. ദൈവസന്നിധി എൻ്റെ ഹൃദയം ദൈവത്തിൽ ഉല്ലസിക്കുക എന്ന് പറയുന്നത് അത് സ്ഥിരമാണ്. ഒരു പാർഷ്യൽ ഹാപ്പിനെസ് അല്ല, ഒരു ടെമ്പറൽ ഹാപ്പിനെസ് അല്ല. ഈ ലോകം എനിക്കും നിങ്ങൾക്കും തരുന്നതൊക്കെ ഒരു താൽക്കാലിക സന്തോഷമാണ്, താൽക്കാലിക സുഖമാണ്. എൻ്റെ ദൈവത്തിൽ ഞാൻ ഉല്ലസിച്ചു. എനിക്കെന്തെങ്കിലും കിട്ടിയെന്നുള്ളതല്ല, ചിലപ്പോൾ ഒന്നും കാണത്തില്ല, ഭൗതികമായിട്ടൊന്നുമില്ല, രോഗമൊക്കെ കാണാം. പക്ഷെ അതിനപ്പുറമായൊരു ഉല്ലാസമുണ്ട്, ഒരു സന്തോഷമുണ്ട്. പാട്ടുകാരൻ പാടി, ലോകമെനിക്കൊരു ശാശ്വതമല്ലെന്ന് സ്നേഹം നിറഞ്ഞേശു ചൊല്ലിയിട്ടുണ്ട്. സ്വലോക നാട്ടുകാർക്കിക്ഷീതിയിൽ പല കഷ്ടസങ്കേടങ്ങൾ വന്നിടുന്നു. ആനന്ദമുണ്ടെനിക്കാനന്ദമുണ്ടെനിക്കേശു മഹാരാജ സന്നിധിയിൽ. കർത്താവേ നീ വേഗം വന്നിടണേ, എനിക്കോർത്താലി ഭൂമിയിൽ. വളരെ അർത്ഥവത്തായ നീണ്ടൊരു പാട്ട്. എല്ലാം സങ്കടമാണ്, നീ വേഗം വരണം. ഈ ലോകത്തിൽ ഓർത്താലെല്ലാം കഷ്ടമാണ്, പക്ഷേ അതിലും സന്തോഷിക്കണം, അതിലും പ്രാർത്ഥിക്കണം, അതിലും ദൈവത്തെ സ്തുതിക്കണം. വീണ്ടും മറ്റു ഗായകൻ പാടിയതുപോലെ, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും
കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, എത്രമാത്രം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപമുണ്ടായിട്ടും ഷെയർ മാർക്കറ്റിൽ വിജയം കണ്ടെത്തിയിട്ടും FD മറ്റും എത്ര നിക്ഷേപിച്ചിട്ടും ആരോഗ്യവും ബലവും ഒക്കെ ഉണ്ടായിട്ടും മക്കളൊക്കെ വെളിയിൽ പോയിട്ടും അയ്യോ എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് നാക്കിന് രുചിയില്ല, ഉറക്കമില്ല, എല്ലാവരെക്കുറിച്ചും പരാതിയും പരിഭവമാണ് നിനക്കിപ്പോഴുമെങ്കിലും ഒരു നിമിഷം ചിന്തിക്കണം. സന്തോഷം ദൈവത്തിൽ നിന്നാകട്ടെ. സന്തോഷം പൊട്ടി മുളയ്ക്കണം. ലോകം തരുന്നവയിൽ നിന്ന് അപ്പുറമായൊരു സന്തോഷത്തിലേക്ക് പോകണം. യഹോവയെ പാട്ടോടെ കീർത്തിക്കണം. അവൻ്റെ സന്നിധിയിൽ നിലവിളിക്കണം. ദൈവത്തിൽ ആശ്രയിക്കണം. ലോകത്തിൽ പല പർവ്വതങ്ങളും പലരുമുണ്ടെങ്കിലും ഉയർത്താവുന്ന പർവ്വതമായി ദൈവത്തെ കാണണം. എല്ലാറ്റിനുപരിയായി ദൈവത്തിൻ്റെ നാമം ഉയർന്നിരിക്കണം. അത് സാക്ഷ്യമായി ഉയരണം. നമ്മൾ പലപ്പോഴും ഇന്ന് വിശ്വാസികളെന്ന് പറയുന്നവർ പോലും പലപ്പോഴും എൻ്റെ ജീവിതത്തിനൊരു പ്രേരണ നൽകിയെന്നത് ദൈവമാണെന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും? അതിന് തയ്യാറാകുന്നില്ല. ഞാൻ രക്ഷപ്പെട്ടത് കർത്താവിൻ്റെ ക്രൂശിനാലാണ്, ക്രൂശ് മരണത്താലാണ്, ഉത്ഥാനത്താലാണെന്ന് എത്ര പേര് പറയുന്നു? പലരും ഇന്ന് അഭിമാനികളായി പറയും, ഞാനിന്ന് പുസ്തകം വായിച്ചു, ഇന്ന് സാഹിത്യകാരനെ കണ്ടു, ഇന്ന് നേതാവിനെ കണ്ടു, അദ്ദേഹത്തിൻ്റെ പ്രേരണയാൽ രക്ഷപ്പെട്ടു. അവർക്കൊന്നും നിത്യരക്ഷയോ പ്രേരണയോ നൽകാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ദൈവം തരുന്ന വലിയ പ്രേരണ കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ആ സ്നേഹം അറിയുന്നവർക്ക് അവരിൽ നിന്ന് മാറാനും പറ്റത്തില്ല, അതിൽ നിന്ന് അകറ്റാനും പറ്റത്തില്ല. പൗലോസ്ലീഹ അതുകൊണ്ടാണ് പറഞ്ഞത്, കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ ഒന്നും എൻ്റെ കർത്താവിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല. പാട്ടുകാരനതിനെ പാട്ടാടുപാടി, കഷ്ടതയോ പട്ടിണിയോ സങ്കടമോ പരിഹാസങ്ങളോ ദൈവത്തിൻ സ്നേഹത്തിൽ നിന്നകറ്റാൻ ഇവയിലൊന്നിനും സാധ്യമല്ല. ആ സങ്കീർത്തനങ്ങൾ അവസാനിക്കുന്ന 8-9 വാക്യത്തിൽ പറയുന്നു, യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷിക്തന് അവൻ രക്ഷാദുർഗം തന്നെ. നിൻ്റെ ജനത്തെ രക്ഷിച്ച് നിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ, അവരെ മേയ്ച്ച് എന്നേക്കും അവരെ വഹിക്കണമേ. നിൻ്റെ ജനത്തെ രക്ഷിച്ച് നിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ, അവരെ മേയ്ച്ചെന്നേക്കും അവരെ വഹിക്കണമേ. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നുവെന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. ഞാൻ വിളിച്ചപേക്ഷിച്ചു എന്നല്ല, ഇപ്പോഴും വിളിച്ചപേക്ഷിക്കുന്നു. ഇപ്പോഴും നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ വേണ്ടി ഞാൻ നിന്നോട് നിലവിളിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച ദാവീദ് അവസാനം പറയുകയാണ്. അതായത് അവൻ ആത്മശക്തി പ്രാപിച്ച്, ബലം പ്രാപിച്ച്, ജീവിത ദർശനങ്ങളെക്കുറിച്ച് ധ്യാനിച്ച്, അവൻ്റെ സംശയങ്ങളൊക്കെ മാറ്റിയിട്ട് വീണ്ടും ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ ജനത്തെ രക്ഷിച്ച് അവകാശത്തെ അനുഗ്രഹിക്കണം, അവരെ മേയ്ച്ചെന്നേക്കും അവരെ വഹിക്കണം. ഒരു ഭക്തൻ്റെ വലിയ പ്രാർത്ഥനയും നിലവിളിയും അതാണ്. അവൻ ആത്മശക്തി പ്രാപിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നിൻ്റെ ജനത്തെ അനുഗ്രഹിക്കണം. നമ്മൾ പോകുന്നിടത്തൊക്കെ അതുകൊണ്ടാണ് പറയുന്നത്, ബി എ ബ്ലെസ്സിങ് ടു ഓൾ. എല്ലാവർക്കും നമ്മളൊരു അനുഗ്രഹമാകണം. പരാതികളില്ലാതെ അനുഗ്രഹമാകണം. എവിടെ ചെന്നാലും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകണം. ഇന്ന് നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഒരു ബാധ്യതയാണ്. കുടുംബത്തിൽ തന്നെ നമ്മൾ ബാധ്യതയാണ്. മക്കൾ ബാധ്യത, ജീവിത പങ്കാളികൾ ബാധ്യത, മാതാപിതാക്കൾ ബാധ്യത. എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ ബാധ്യതകളായിക്കൊണ്ടിരിക്കുകയാണ്. സാത്താൻ ഇടപെടുന്നത് പ്രിയമുള്ളവരെ ഓരോരുത്തരിലും ഓരോ രീതിയിലാണ്. മുടിയനായ പുത്രൻ്റെ വീട്ടിൽ, ആ മുടിയനായ പുത്രനിൽ സാത്താൻ കടക്കുന്നതിന് മുമ്പ് അവനൊരു എൻക്വയറി നടത്തിയിട്ടുണ്ട്. ആര് കയറാം? അമ്മയിലാണോ, മൂത്ത മോനിലാണോ, ഇളയ മോനിലാണോ? അപ്പോൾ ബലഹീനെന്ന് കണ്ടത് ഇളയവനാണ്. അവന് കയറി. അതെങ്ങനെയാണ് കയറിയത്? അവനോട് വീതം ചോദിപ്പിച്ചു. അവനെല്ലാം വിറ്റ് ദൂരേക്ക് പോകുകയാണ്. പിന്നീട് അവന് അതിൻ്റെ പിന്നിലുള്ള അപജയം മനസ്സിലാകുന്നത്.
ആയതുപോലെ പ്രിയമുള്ളവരെ ഓർത്തോണം, ആ ഒരു മകൻ ആ കുടുംബത്തിന് മൊത്തം ശാപമായി, ദോഷമായി, ബലഹീനമായി. അവൻ പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ ദുരാത്മാവ് വീണ്ടും ജ്യേഷ്ഠനിലോട്ട് മാറുകയാണ്. അപ്പ ഇതുവരെ എനിക്ക് നീ ഒരു കാളക്കുട്ടിയെ തന്നോ? ദാ നശീകാരിയായി ജീവിച്ചവൻ തിരിച്ചു വന്നപ്പോൾ നീ എന്തെല്ലാം കൊടുത്തു? ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുക. ഇന്ന് ഈ ചോദ്യം പലരിലും ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ജനത്തെ അനുഗ്രഹിക്കണം. നമ്മളൊക്കെ ആരെ കണ്ടാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, എതുവഴി പോയാലും, എത്ര നശിക്കപ്പെട്ടവനെന്ന് തോന്നിയാലും, ദൈവമേ ഇവനൊരു രൂപാന്തരം കൊടുക്കണം. നമ്മൾ വണ്ടിയിൽ പോകുകയാണ്, ചിലർ മിസ്ഡ്രൈവ് നടത്തും. ദൈവമേ അവനൊരു അപകടം സംഭവിക്കരുത് എന്നൊന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് നമുക്ക് നഷ്ടമുണ്ടോ? അവരോട് ഉടക്കാൻ പോയിട്ട് കാര്യമില്ല. ഈ അടുത്തിടയ്ക്ക് ഞാൻ കേട്ടത് ഒരു ദൈവദാസൻ്റെ വാചകം. ഒരു വാഹനത്തിൽ ഒരു ചെറിയൊരു തർക്കമുണ്ടാകുകയാണ്. അവൻ്റെ വാഹനത്തിൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നുണ്ട്, ഫ്രണ്ടിലുണ്ട്. അതിൽ നിന്ന് ഗിഫ്റ്റ് ഓഫ് ഗോഡിൽ നിന്ന് ഇറങ്ങി വന്ന് തെറി വിളിക്കുകയാണ്. പുറകിലുണ്ട് ജീസസ് ഈസ് കമ്മിങ് സൂൺ, കർത്താവ് വീണ്ടും വരും. അപ്പോൾ ആൾക്കാർ കാണുന്നതാണ് ഗിഫ്റ്റ് ഓഫ് ഗോഡിൽ നിന്ന് ഇറങ്ങി വന്ന് കർത്താവ് രണ്ടാമത് വരുമെന്ന് പ്രതീക്ഷിച്ചു എന്നുള്ള വാചകം എഴുതി വെച്ചവൻ തെറി വിളിക്കുകയാണ്. അവനൊരു കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വന്ന് തെറി വിളിച്ചാൽ അത്രയും കുഴപ്പമില്ലായിരുന്നു. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് നമ്മൾ നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓർത്തോണം, നമ്മളുടെ മുൻപിൽ കാണുന്നവരൊക്കെ രക്ഷപ്പെടണം. നമുക്കൊരു വലിയ പ്രാർത്ഥന ഉണ്ടാകണം. എൻ്റെ ദൈവമേ, ഞാൻ കാണുന്ന കേൾക്കുന്ന ഏവനും നിൻ്റെ സന്നിധിയിൽ കാണാനിടയാകണം, നിന്നോടൊപ്പം കാണാനിടയാകണം, നിന്നെ സ്തുതിക്കുവാനിടയാകണം. ഞാൻ അനുഭവിച്ച സന്തോഷങ്ങൾ മറ്റുള്ളവരും അനുഭവിക്കുവാനിടയാകണം. അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് അതാ. യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചതുപോലെ, ജോസഫ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചതുപോലെ, അബ്രഹാമും ഇസ്ഹാക്കും അനുഗ്രഹിച്ചതുപോലെ ഒരനുഗ്രഹം സമൂഹത്തിന് കൊടുക്കണം. നമുക്ക് ശപിക്കാൻ ദൈവം നമുക്ക് ശക്തി നൽകിയിട്ടില്ല, അനുഗ്രഹിക്കാനാണ് ശക്തി നൽകിയത്. അതുകൊണ്ട് തന്നെ ആരെയും നമ്മൾ ശപിക്കരുത്. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത്, ദൈവമേ അവരെ മേയ്ക്കണം. ഒരു വ്യക്തിയും കൂടി എന്നോടൊപ്പം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ, ഞാൻ കാണുന്നവനും കേൾക്കുന്നവനും അനുഗ്രഹിക്കപ്പെടട്ടെ, നിന്നെ സ്തുതിക്കട്ടെ, നിന്നോടൊപ്പം കാണപ്പെടട്ടെ. അതിന് മുഖാന്തരമായി നമ്മുടെ ജീവിതവും സാക്ഷ്യവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.